ഹായ് വെൽക്കം ബാക്ക് ടു ഷീബാസ് കുക്കറി വേൾഡ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റൈൽ ക്ലാംസ് റോസ്റ്റ് അല്ലെങ്കിൽ കക്ക ഇറച്ചി റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. സോ ലെറ്റ് സീ ഹൗ ടു മേക്ക് ദിസ് ക്ലാംസ് റോസ്റ്റ്. ആദ്യം നമുക്ക് കക്ക ഇറച്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് കക്ക ഇറച്ചി എടുത്ത് ഞെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വേസ്റ്റ് ചാടി വരും, അത് കളയണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കക്ക ഇറച്ചി കഴിക്കുമ്പോൾ ഉള്ളൊരു മണ്ണ് ജവ മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് ക്ലാംസ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ആദ്യം കുറച്ച് കുഞ്ഞുള്ളി ആഡ് ചെയ്യാം. ഇനി ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കോഴ്സ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഫെനൽ പൗഡർ അല്ലെങ്കിൽ പെരിഞ്ജീരക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സർ ഒന്ന് നമുക്ക് കോഴ്സ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറും ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കക്ക ഇറച്ചി വേവിച്ചെടുക്കാം. കക്ക ഇറച്ചി ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. അതിലോട്ട് നമ്മൾ കോഴ്സ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കോക്കനട്ട് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഈ കക്ക ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അങ്ങനെ വെന്ത കക്ക ഇറച്ചിയെ നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നിറയെ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഏറെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്ലാംസ് അല്ലെങ്കിൽ കക്ക ഇറച്ചി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കക്ക ഇറച്ചിയെ റോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇടയിലായിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 10 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് അല്ലെങ്കിൽ ക്ലാംസ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ടിപ്പിക്കൽ ആലപ്പി സ്റ്റൈൽ ക്ലാംസ് റോസ്റ്റ് റെസിപ്പിയാണ്. ആൻഡ് ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്. So do try this recipe and let me know your feedback in the comment section below. And follow Sheba's Cookery World for more such interesting recipes.